നമ്മുടെ ചെവിയും കണ്ണും ഒരു നിമിഷം പോലും നാടകത്തിൽ നിന്ന് മാറാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ രഹസ്യം. ഓക്കെ. ആ, അത് മാറിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ പോകും. ഞാനെപ്പോഴും ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ബാക്കിൽ പോയിട്ട് നമ്മൾ ഫ്രണ്ടിലല്ല ഇരിക്കുക, ഒരു മിഡിൽ ക്ലാസ്സിൽ പോയിരിക്കും. ആൾക്കാർ നാടകം നടക്കുമ്പോൾ മൊബൈൽ നോക്കണ്ടോ നോക്കും. അതെ. ഏത് സീനിലാണ് ആൾക്കാർ മൊബൈൽ നോക്കണമെന്ന് നോക്കും. ഈ മൊബൈൽ നോക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ അതിന് ശ്രദ്ധ മാറിയെന്ന് അർത്ഥം. അതെ അതെ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോലും മൊബൈൽ നോക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പം മനുഷ്യൻ നമ്മുടെ വിഷ്വൽ ഭംഗിയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ സിനിമ കണ്ടാൽ എങ്ങനെയോ ഭയങ്കര വിഷ്വലും അതിൻ്റെ സൗണ്ട് ശബ്ദം അതെ. 7.1 രക്തരക്ഷസ് നമ്മുടെ നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് നാടകം കാണുന്ന ഫീല് ഇപ്പോൾ കലാനിലയത്തിൽ നടന്നു. അതിൻ്റെ സീറ്റിംഗ് പുഷ് ബാക്ക് ആണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പല ക്ലാസ്സുകളുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും നമ്മൾ അതിനകത്ത് വരുത്തി. നാടകത്തിലായാലും അതിൻ്റെ അവതരണ രീതിയിലായാലും ശബ്ദത്തിലായാലും അതിൻ്റെ വിഷ്വലിലായാലും ആ മാറ്റങ്ങൾ ഇന്നത്തെ തലമുറ ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള ഒരു രീതിയിൽ എനിക്കുള്ള അഭിമാനം.